ചേച്ചി നമ്മൾ ഫുൾ ടീമായിട്ട് തിരിച്ച് വന്നേക്കുവാ. അതായത് നമ്മുടെ എപ്പിസോഡിൽ 2 കിഡിലം സ്കിറ്റുകൾ ഉണ്ടായിരുന്നു. പെർഫോമൻസ് വൈസ് എല്ലാവരും ഭയങ്കര അടിപൊളിയായിരുന്നു. പക്ഷെ ഒരാളായിരിക്കും നമുക്ക് അതിൽ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് മാത്രമല്ല, നമ്മുടെ പ്രേക്ഷകർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ആരായിരിക്കും ചേച്ചി? ഓക്കേ, ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ ഇതാ കണ്ടോളൂ. പണ്ടൊക്കെ അറിഞ്ഞ ദൈവം പയ്യെ പയ്യെ, ഇപ്പൊ ദ്രോഹം ചെയ്യുന്നവരുണ്ടല്ലോ ആ സ്പോട്ടിലാ ദൈവം ശിക്ഷ കൊടുക്കുന്നത് കേട്ടോ. ഒരു ഓളത്തിന് പറഞ്ഞതാ, ഓട്ടി തന്നോ ഈ ചെല്ലപ്പണിക്കാരൻ കൊല്ലപ്പൻ. എന്തു നോക്കുന്നേ? നീ തലതിരിച്ച് പറഞ്ഞ് ഏറ്റവും നോക്കുക. ഇപ്പൊ അങ്ങ് ബോംബെയില്, ബോംബെ ഭയങ്കരല്ലേ ബോംബെ എന്ന് പറഞ്ഞ. ബോംബെ എന്ന് പറയുമ്പോ മുംബൈ, മുംബൈ എന്ന് പറയുമ്പോ പിറക്കെ. അയ്യോ, എനിക്ക് എന്തോ അറിയാൻ വന്നതാണ്. അല്ല മാമ എന്തോ ഉദ്ദേശിക്കുന്നത്? എടാ, ബോംബെ എന്ന് വെച്ചാൽ ഭയങ്കര സെറ്റപ്പ്, വലിയൊരു കഥയാ. എന്തോ പറഞ്ഞോ, നീ കേൾക്കണം. ഈ ബോംബെ എന്ന് കേരളത്തിലേക്ക് 2 വിലപിടിപ്പുള്ള സാധനം അന്ന് എത്തിയിട്ടുള്ളായിരുന്നു. അതെന്തൊക്കെ മാമ? ഒന്ന് ബോംബെ മുട്ടായും പിന്നെ ഈ മാമന്. അതല്ല, ഒന്ന് ഊരി 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 ഊരി. നീ ഊരെന്ന് പറഞ്ഞ എന്റെ മൂത്ത ചെറുക്കണ നിക്കറല്ല ഇത്. ഇത് വിലങ്ങ, ഇത് അടിക്കാച്ച് പാടാ ഇത്. എന്റെ മാമ ഇവിടെ അങ്ങോട്ട് ഈ വിലങ്ങ് കയ്യിലിക്കൊണ്ട് നടക്കുന്നതിന്റെ ബുദ്ധിമുട്ട് മാമൻ അറിഞ്ഞൂടാ. ഇതൊന്ന് വലത്തൊക്കെ ഈ വിലങ്ങ് കിടക്കുന്ന കാരണമേ എനിക്ക് നേരെ ചൊവ്വ ആഹാരം പോലും കഴിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇവിടെ കിടന്ന് ആഹാരം കഴിച്ചാല്? ഞാനൊരു പൊറോട്ട കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് പൊറോട്ട ഇതിനകത്ത് കയറി കുരുങ്ങും. ഇടിയപ്പം കഴിച്ചാൽ ഇങ്ങനെ ഇളക്കുന്ന സമയത്ത് ഇടിയപ്പം ഇതിനകത്ത് കയറി കുരുങ്ങും. ഞാനൊരു തലമുടി പോതെങ്കിൽ എന്റെ തലമുടിയല്ല ഇതിനകത്ത് കയറി കുരുങ്ങും മാമ. ഈ വലത്തെ കയ്യിൽ എന്ത് സാധനം ഈ കിടക്കുന്നത് കൊണ്ട് എന്തും കയറി കുരുങ്ങുമോ മാമ. എടാ, ഇത് വലത്തെ കയ്യിലായത് ഭാഗ്യം, ഇടത്തെ കയ്യിലെങ്ങാണോ. സത്യത്തിലുണ്ടല്ലോ, ഈ പോലീസുകാരെ കാരണം കലാകാരന്മാർക്ക് ഇത് ജീവിക്കാൻ പറ്റുന്നില്ല മാമ. സോറി, അറിഞ്ഞില്ല മാമ. കരാതാ മോനെ, നീ പിന്നെ നാടകമോ ഗാനമേളയോ അത് എന്തുവാടാ? മോഷണം. മോഷണം മോഷണം ഒരു കലയല്ലേ മാമ? കലാഹാരോ ഓടി വരണ്ടേ മാമ വിളിക്കല്ലേ മാമ? ഓടി വരണ്ടേ, നാട്ടുകാരെ വിളിക്കല്ലേ? ഓടി 1000 രൂപ മാമന് തരും. ഓടി വായോ. 2000 തരും. ഓടി വായോ. 3000 തരും. എടാ വാടാ. സ്വർണ്ണമാല തരും. ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. സന്തോഷായില്ലേ? തീർച്ചയായിട്ടും. ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളേ? എന്താ പറയാനാ, ഇതിന്റെ കൂടെ ചേർന്ന് നാട്ടുകാർ വീട്ടിൽ കയറി നിൽക്കും. കിരീടം കിട്ടിയതിലെ വാക്കുകൾ ഞാൻ വന്നിട്ട് പോകാൻ. നാട്ടുകാർ വിളിക്കുമ്പോഴേ അണ്ണ പൂച്ചയുടെ ശബ്ദത്തിൽ സംസാരിച്ചാൽ മതി, അല്ലാതെ സംസാരിക്കണ്ട. അവര് കഴുത്തെ പിടിക്കാൻ സൗണ്ട് വന്നു. ഓൾറൈറ്റ്, അങ്ങനെ ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് ഇന്നത്തെ മെയിൻ നമ്മൾ തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. വിത്ത് ദിസ് നമുക്ക് നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. പക്ഷേ ഡാൻസും പാട്ടും എക്സസൈസ് ഒക്കെ ആയിട്ട് വീണ്ടും നമ്മൾ കണ്ടുമുട്ടും ഇല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം കാണാം. അതിലേക്ക് ബൈ ഫ്രം കോമഡി മാസ്റ്റർ.